എന്തിട്ട് പരിപാടി ഒന്നും പറയണ്ട കേട്ടോ മക്കളെ. ഇന്നലെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ടേ മഴ പെയ്തു രാത്രി. നല്ല പടപടത്തുണ്ട്. ഞാൻ വന്ന് ടെൻ്റ് അടിച്ചപ്പോൾ മഴ പെയ്തു, രാത്രിയൊക്കെ മഴ പെയ്തു കേട്ടോ. അങ്ങനെ രാത്രി ഞാൻ ഇങ്ങോട്ട് ഈ എന്താ പറയുക, ഡോർ തുറക്കുന്ന ഇടയ്ക്ക് തല വെച്ചിട്ട് കിടന്നിട്ട് അങ്ങനെ ഞാൻ കയ്യുന്ന എനിക്കപ്പോൾ ആകെ കടിക്കുക കഴിയുമ്പോൾ നോക്കി നിറച്ചുറുമ്പ് നോക്കി ഇവിടെയൊക്കെ പാക്കറ്റിലൊക്കെ എന്താ കുറഞ്ഞിട്ട് ഇതിലൊക്കെ ആകെ ഉറുമ്പോ നോക്കിയേ വേണ്ട ഉള്ളുറുമ്പിന് 5 കളി. ഇത് ഇവിടുന്ന് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇതിൻ്റെ ഉള്ളിൽ ഓട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഇന്നുണ്ടായിരുന്നില്ല. ഇത് കടിച്ചോട്ടയൊക്കെ ആയാലും എൻ്റെ അടിയിൽ നോക്കി ഫുള്ളുറുമ്പിന് 5 കളി നോക്കി അടിയിൽ നിറച്ചുറുമ്പ് ഫുള്ള് കടിച്ച് ഒരു ലെവലാക്കി തരില്ല നല്ല കേക്കിൻ്റെ തന്നെ. അങ്ങനെ രാത്രി ആ നേരത്തെ മഴയും പെയ്തു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടില്ല. അല്ല ലൈറ്റർ പിടിച്ച് ചൂടാക്കാൻ പെട്രോൾ പോയാലും അത് പറ്റില്ല. അങ്ങനെ ഞാൻ ഇന്ന് ഉറച്ചടിച്ചിട്ട് കൊന്നു അതിനെ തുണിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്താ രണ്ട് നോക്കിയപ്പോൾ സൈക്കിളുമ്പോഴൊക്കെ സൈക്കിളിൽ കണ്ട ഉറുമ്പോൾ പോകണമെങ്കിൽ ഏതോ സിബിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ നോക്കി നമ്മളൊക്കെ ആകുമ്പോ ഈ കവറിൽ വരെ ഉറുമ്പോളോ നോക്കി ഇവിടുന്ന് വന്ന് കയറണോ മറ്റേ ഒരു സൈക്കിളിൽ കയറണോ അത് മനസ്സിലാവട്ടെ ഓരോ പണി വരണത്. അങ്ങനെ അതെന്തായാലും പാക്ക് ചെയ്തിട്ടേ ഞാനിവിടെ ലോറി നോക്കി കിട്ടിയിട്ടില്ല. എല്ലാവരും വണ്ടി എന്തെങ്കിലും കിട്ടാൻ ചില അതിൽ കയറ്റി കൊണ്ടുപോകാം. അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാനൊന്നും റെഡി ആവില്ല. ശരി മക്കളെ, കാലത്തത്തെ വ്യൂ നോക്കിയ മക്കളെ എന്ത് രസമാണെങ്കിൽ. ലോറി നോക്കിയിട്ട് ലോറിയൊന്നും കിട്ടണില്ല. ഞാൻ മെല്ലെ ചവിട്ടിയുണ്ട് വയ്യൊന്നും അത് തീരെ. അങ്ങനെ അല്ലെങ്കിൽ വെറുതെ പോകുമ്പോൾ വെറുതെ ലോറിക്കാരുണ്ടാവും. അങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ടാവുമ്പോൾ ചോദിക്കും. ആവശ്യം നേരത്തൊന്നും ഉണ്ടാവില്ല. എന്നാലേ ഉറുമ്പടിയുടെ സീനാണ്. ബേഗോളം എല്ലാത്തിനുള്ള ഉറുമ്പുണ്ട്. ഇവിടുന്ന് വരണാണോ അത് വണ്ടിയിൽ കയറ്റി പോകാറിന് പറഞ്ഞ് ഇപ്പം 30 കിലോമീറ്റർ ആയി. വണ്ടികളൊന്നും നിർത്തുന്നില്ല ഇവിടെ. ചടങ്ങാ കട്ട പോസ്റ്റാ. നല്ല രസമുള്ള പാടൊക്കെ. വെയിൽ കുറച്ച് കുറവുണ്ട്. എത്ര മണി കഴിഞ്ഞു? 9 മണി കഴിഞ്ഞുണ്ട്. 9 മണി ആവണല്ലോ അല്ലേ? അവിടെ വെയിൽ കുറവ് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. കാലത്ത് 6 മണിക്ക് ഇറങ്ങിയിട്ടുള്ളത് വേഗം വണ്ടി കിട്ടും വിചാരിച്ചിട്ട് 3 മണിയായി. അല്ല 3 മണിയായി 9 മണിയായി. എന്നിട്ട് വണ്ടികൾ കിട്ടുന്നില്ല. ഒറ്റ വണ്ടിക്കാർ നിർത്തുന്നില്ല ചോദിച്ചിട്ട്. അതിനൊക്കെ കാശ്മീർ പോണ വഴി. കാശ്മീർ പോണ വഴിക്ക് നമ്മൾ വെറുതെ പോകുമ്പോൾ ആ മോനെ കയറുണ്ടോ എന്ന് വെച്ചിട്ട് വെറുതെ വിളിക്കുക. അപ്പം ഒന്നും ആവശ്യം ഉണ്ടാകുന്നില്ല. ഇപ്പം ആവശ്യം നേരത്ത് ഒന്നും നടക്കുന്നില്ല. കട്ട പോസ്റ്റ കൃഷി കുഴപ്പമില്ല. വലിയ ഹൈവേ ഒന്നും ചേട്ടാ വണ്ടികളൊന്നും ഇല്ലേ നോക്കി. ഞാനെ കാണിച്ചാറേട്ടാ ഞാൻ നടിക്കില്ല. കണ്ടോ ഒരാളില്ല റോട്ടിൽ. സുഖസുന്ദരമായിട്ട് പോവാ എന്ന് വെച്ച് നടിക്കും. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഒന്ന് അടിച്ചു കൂട്ടാം. അതും പണിയാ. ഞാൻ ഇല്ലാത്താറിൻ്റെ അടുത്താണ് പശുവിനെ പിടിച്ച് നടക്കണ നോക്കി. വണ്ടി കിട്ടുമോ അറിയില്ല. അങ്ങനെ നമ്മൾ ബീഹാറിൽ ബംഗാളിൻ്റെ ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. ഈ ചെറുത് ഇത്ര ഉള്ളോ കണ്ടിട്ട് അവിടെ വണ്ടികളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബീഹാറിൽ നിന്ന് നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു മക്കളെ. ഈ കളികൾ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ കുറച്ചുണ്ടാവുള്ളതാണ്. നമ്മൾ സിലിഗുരി കൂടിയിട്ട് പോകല്ലേ. അങ്ങനെ വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ ബോർഡർ നമ്മൾ വണ്ടിയിൽ അതിന് മാത്രം മോശം. അവിടെ ബീഹാർ ഇവിടെ ബംഗാൾ, അവിടെ ബീഹാർ ഇവിടെ ബംഗാൾ അല്ലേ. ഇത് ഈ ചെറിയ വഴി തന്നാറിന് ചെറിയ ചെക്ക് പോസ്റ്റാണ് പറഞ്ഞത്. വെസ്റ്റ് ബംഗാളിൽ വന്നപ്പോഴുള്ള കാഴ്ച കേട്ടാ നോക്കിയേ. ഫുള്ള് തേയിലാണ്. ഞാൻ വിചാരിച്ച മൂന്നാർ വയനാട് മാത്രമൊക്കെ ഉണ്ടാവുള്ളത്. നോക്കി 2 സൈഡിൽ തേയിലത്തോട്ടം.
തൈല 5 കളി നോക്കിയാൽ എന്ത് രസം നോക്കി നമ്മൾ വന്നത് വേണ്ടിയില്ല കേട്ടോ. നമ്മുടെ സൈക്കിൾ ഇതിൻ്റെ ബാക്കിൽ കിടക്കണേ, കാണിച്ചു തരാം. ഫുള്ള് വെറൈറ്റി ആയിട്ടില്ല തൈലത്തോട്ടം ബംഗാളിൽ വന്നിട്ട്. സൈക്കിൾ അതിനുള്ള പോയി വെച്ച് കൊടുക്കുക. ഫുള്ള് തൈലത്തോട്ടം. സ്ഥലത്തിന്റെ പേര് എന്നിട്ടാ സിലിഗുഡി എത്തി. സിലിഗുഡി എത്തിയിട്ട് നമ്മള് പ്രജീഷ് അല്ലേ പേര് പറഞ്ഞേ, പ്രജിത്ത് കിച്ചു പ്രജിത്ത് ബ്രോന്റെ അടയ്ക്കാൻ എത്തിയുള്ള കേട്ടാ. അവളുടെ റൂമിലൊക്കെ എത്തി, ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മുണ്ടൊക്കെ ഡ്രസ്സൊക്കെ എഴുതാൻ കൊടുത്തിട്ടുണ്ട്. ഫുൾ സെറ്റാണ് റൂം, ഫുള്ള് കാര്യങ്ങൾ സെറ്റാണ്. ആളിവിടെ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താന്നറിയില്ല എന്നല്ലേ. എന്തോ ഒരു സാധനം, ചിക്കനാ മട്ടനാ കൊണ്ടല്ലേ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആളിവിടെ ഒറ്റയ്ക്കാ. ആള് ഭയങ്കര മറ്റേ സാധനം മറ്റേ മോഹൻലാലിന് മറ്റേ പടല്ലേ എന്നിട്ടാ ബ്രഹ്മചാരി, മിസ്റ്റർ ബ്രഹ്മചാരി. ഇങ്ങനെയാണ് പരിപാടി. ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മളെങ്ങനെ ആളുടെ കയ്യിൽ 2 സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. ആളെത്ര 40-45 രൂപയ്ക്കാണ് സൈക്കിൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അന്ന് വാങ്ങിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സൈക്കിളാന്ന് പറഞ്ഞേ. അപ്പൊ ആളുടെ ചേച്ചി സൈക്കിൾ ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരു മാർക്കറ്റിൽ പോകാണ്ട് വന്നാള്. അങ്ങനെ ഇവിടെ ഒരു 5 കടയിൽ പോയിപ്പോ ഒരിക്കലും പഞ്ചറടക്കാൻ പറ്റില്ല. പഞ്ചർ ലെയർ അടിക്കാൻ വേണ്ടി നീഡിൽ മറ്റേ ടൈപ്പാ ചെറുത്. അങ്ങനെ ഒരിക്കലും പറ്റുന്നില്ലേ. ഞങ്ങൾ 5 കിലോമീറ്ററിന് അടുത്ത് തള്ളിയില്ല വരുന്നുണ്ട്. അങ്ങനെ 45,000 രൂപ സൈക്കിൾ എടുത്തിട്ട് പാവം നടക്കണ നോക്കി. സൈക്കിള് ഹെയർ അടിക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ ആളിപ്പോ പറയുന്നുണ്ട് സൈക്കിൾ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ചെയ്യാലേ അവസ്ഥ നോക്ക്. നമ്മുടെ കയ്യിൽ ഈ സൈക്കിളാ, ആളുടെ പെടപ്പ സൈക്കിളാട്ടത്. അങ്ങനെ 45,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചൂടെ. അങ്ങനെ പറയണ്ട മക്കളെ. ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയി വന്നിട്ട് വീട്ടിലേക്ക് എത്തി. അവിടെ ചേച്ചിക്ക് അന്ന് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നപ്പോൾ അവിടെ പോയി കൊണ്ടാക്കി. കണ്ടില്ലേ, ഇതാണ് അവരുടെ വീട്. ജാതി സെറ്റപ്പ് വീടൊക്കെ കണ്ടില്ലേ. എനിക്ക് കുറേ മീനൊക്കെ ഉണ്ട്. മീൻ വന്ന് കൊത്തോ നോക്കാം. ആളാച്ചാലേ നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അല്ല ചിക്കൻ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ മീറ്റ് സ്പെഷ്യൽ മീറ്റ്, അങ്ങനെ പേരൊന്നുമില്ല. അങ്ങനെ 2 ആൾ മാത്രമല്ലോ. അപ്പം ഇനി ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, എൻ്റെ പരിപാടി. അപ്പം ശരി മക്കളെ, കണ്ടില്ലേ റൂം, 2 റൂം. ആളോടെ ഒറ്റയ്ക്കുള്ളൂ. നോക്കി അത് സെറ്റപ്പ് റൂമാ. ഹായ്, തടിയൊക്കെ കുറഞ്ഞു ഗൈസ്, സീനാണ്. തോലായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു.